അടുത്ത അമീർ ഹാസൻ, നേരത്തെ നമ്മൾ ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ കാര്യവും അല്ല കർണാടക അവിടുത്തെ എസ് ഐ ടിയുടെ കാര്യമൊക്കെ പറഞ്ഞാൽ അത് സംസ്ഥാനങ്ങളിലാണെന്ന് കൂട്ടാം. ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് മുന്നിലുള്ള വിഷയം എന്താണ്? ഹാദിയ കേസാണ്. അത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അന്വേഷിച്ചത് കേരള പോലീസോ ഈ കർണാടക പോലീസോ അല്ല, സാക്ഷാൽ ദേശീയ അന്വേഷണ ഏജൻസി. ഈ പറയും പോലെ പല വിവാഹങ്ങൾ, പല മതം മാറ്റങ്ങൾ അന്വേഷിച്ചു. അത് വെറുതെ അന്വേഷിച്ചതല്ല, NIA ആക്ടിൻ്റെ സെക്ഷൻ 6 പ്രകാരം ദേശീയവും അന്തർദേശീയവുമായ മാനങ്ങളായിരുന്നു അന്വേഷണം. ഓഗസ്റ്റ് 16, 2017 സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നത് NIA could not find a single case of love jihad nor any conspiracy whether local or international എന്ന് പറഞ്ഞ് നിരാകരിക്കുകയാണ് ഈ പറയുന്ന ആരോപണങ്ങളെ. അത് ഏതെങ്കിലും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പാർലമെൻറ്റിൽ കിഷൻ റെഡ്ഡി ഈ പറഞ്ഞ ലവ് ജിഹാദ് എന്ന കോയിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന പോലെ അല്ലല്ലോ. ഇത് ലവ് ജിഹാദ് ഉണ്ടോ, അതിൻ്റെ ഗൂഢാലോചനയുണ്ടോ, മതം മാറ്റി വേറെ രീതിയിൽ വേറെ രീതിയിൽ കൊണ്ടുപോകാനുള്ള പ്ലാൻ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചത് ദേശീയ അന്വേഷണ ഏജൻസിയാണ്. സാക്ഷാൽ അമിത്ഷായുടെ കീഴിലുള്ള NIA ഇല്ലെന്ന് പറയുന്നു. ഇതെല്ലാവർക്കും അറിയാം. അമീൻ ഹസൻ, ഇത് പിന്നെയും ഇങ്ങനെ ഇത് പിന്നീട് ഓരോ കൃത്യമായ ഇടപെടൽ ഓരോരുത്തരായി കൊണ്ടുവരുന്നു. ഇപ്പോൾ ശ്രീ ആർ വി ബാബു പറയുകയായിരുന്നു, സംസ്ഥാനങ്ങൾ ഇല്ലാത്ത ലവ് ജിഹാദിനെതിരെ നിയമം പാസ്സാക്കിയെങ്കിൽ അത് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ, അത് ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ നിഷേധിക്കുന്നതാണെങ്കിൽ, ഭരണഘടനാ വിരുദ്ധമാവുകയാണെങ്കിൽ എന്തുകൊണ്ട് സുപ്രീം കോടതി സ്റ്റേ കൊടുക്കുന്നില്ല? അമീൻ ഹസൻ. ഹാഷ്മി, താങ്കളുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ രാഹുൽ ഈശ്വറിനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. പകുതി തമാശയാണ്, പിന്നെ മറന്നുപോകും. അതുകൊണ്ടാണ് ഈ 7 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ പോലെ 15 വർഷം മുമ്പ് രാഹുൽ ഈശ്വറും ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ലവ് ജിഹാദ് ക്യാമ്പയിനർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ജസ്റ്റിസ് കെ ടി ശങ്കറിനെ പോലുള്ള ഒരാൾ അത്തരത്തിൽ അസംബന്ധമായിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് എഴുതുന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് എൻ്റെ വിശ്വാസം. ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ CNN IBNൻ്റെ ചാനൽ ചർച്ചയിലും റിപ്പോർട്ടർ TVയുടെ ചാനൽ ചർച്ചയൊക്കെ 13-15 വർഷം മുമ്പുള്ള ഓൺലൈനിൽ അവൈലബിൾ ആണ്. അദ്ദേഹം അത് തിരുത്തുന്നു ആത്മാർത്ഥമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ പരിഹസിക്കുകയല്ല, ഞാൻ സന്ദർഭവശാൽ ഈ തെറ്റിദ്ധാരണയുടെ ഒരു ആഴം ഓർമ്മപ്പെടുത്താൻ വേണ്ടി അത് പറഞ്ഞു എന്ന് മാത്രമാണ്. കാരണം ഇത് തുടങ്ങിയിട്ട് 15 വർഷമായി. ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾക്ക് അത് തിരുത്താൻ കഴിഞ്ഞു. ആർ വി ബാബുവിനെ പോലുള്ള ആളുകൾ അത് തിരുത്താതെ ആ കളവുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരോടുള്ള ഒരു മറുപടി പറയുന്നതിന് മുമ്പ് PC ജോർജിൻ്റെ പ്രഭാഷണത്തെ ക്രിസ്ത്യൻ സമൂഹം എങ്ങനെ കാണുന്നു എന്ന് അറിയാനുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. ആ പരിപാടിയുടെ സംഘാടകരിൽ ഒരാളായ ആളിവിടെ ഇരിക്കുന്ന സ്ഥിതിക്ക് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ. കേരളത്തിൻ്റെ പുരോഗതിയിൽ, ആധുനിക കേരളത്തിൻ്റെ നിർമ്മാണത്തിൽ തന്നെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും കത്തോലിക്ക സഭ വിദ്യാഭ്യാസ രംഗത്ത്, ആതുര സേവന രംഗത്തൊക്കെ ആ തരത്തിലുള്ള സംഭാവനകൾ സമർപ്പിച്ചിട്ടുള്ള ഒരു സമൂഹത്തെ പ്രതിനിധീകരിക്കേണ്ടുന്ന ഒരു നേതാവാണോ PC ജോർജ്? അദ്ദേഹത്താൽ പ്രതിനിധീകരിക്കപ്പെടേണ്ടുന്ന, അദ്ദേഹത്തെ പോലുള്ള ഒരു ഹെയ്റ്റ് മോങ്കറെ കൊണ്ട് പ്രതിനിധീകരിക്കപ്പെടേണ്ടുന്ന ഒരു സംവിധാനമാണോ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത്? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികളെ ഈ തരത്തിൽ പരസ്യമായി അവരുടെ ഏജൻസിയെ, അവരുടെ സ്വയം നിർണയാവകാശത്തെ, അവരുടെ തീരുമാനാധികാരത്തെ ഈ തരത്തിൽ പരസ്യമായി അവഹേളിക്കുന്ന ഒരു നിലപാടുമായി ആവർത്തിച്ചൊരു അച്ഛനും മകനും ഇറങ്ങിയിട്ട് എത്ര കാലമായി? അദ്ദേഹം ഈരാറ്റുപേട്ടയിൽ നിന്നാണെന്ന് ആ പ്രസംഗത്തിൽ 6 or 7 തവണ ഈ കോട്ടയം ജില്ലയിലെ ഒരു പ്രദേശത്തെ ഈ തരത്തിൽ അവഹേളിക്കുന്നത് ശരിയാണെന്ന് KCBCക്ക് നിലപാടുണ്ടോ? ഇത്തരത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ അന്തസ്സിനെയും അഭിമാനത്തെയും അവഹേളിക്കുന്ന ഒരു നിലപാടുമായി PC ജോർജിന് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സഭ എന്തുകൊണ്ട് അനുവാദം നൽകുന്നു എന്നത് അത്ഭുതകരമാണ്. PC ജോർജിനെ അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരാളാണോ? PC ജോർജ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് SDPയുടെയും PFയുടെയും വേദിയിൽ പോയി നിങ്ങളാണ് എനിക്ക് വോട്ട് തന്നത്, നിങ്ങളാണ് എന്നെ ജയിപ്പിച്ചത്, അതുകൊണ്ട് നിങ്ങളോട് ഞാൻ കാലങ്ങളെ എൻ്റെ പിതാവ് ഇന്ന പ്ലാത്തോട്ടത്തിൽ ജോർജ് ആണെങ്കിൽ ഞാൻ നിങ്ങളോട് കാലങ്ങളോളം നിങ്ങളോട് കൂറുള്ളവനാണ് എന്ന് പരസ്യമായി പറഞ്ഞിട്ടൊരാൾ, ഈ പറഞ്ഞ അധ്യാപകൻ്റെ കൈവെട്ടിയപ്പോൾ അയാളുടെ കൈയല്ല തലവെട്ടണമായിരുന്നു എന്ന് പരസ്യമായി നിലപാട് സ്വീകരിച്ച ഒരാൾ, PFഐയുടെ എല്ലാവിധ പരിപാടികൾക്കും പൂർണ്ണമായ ഒത്താശ നൽകിയ ഒരാൾ, അക്കാലത്ത് ഇപ്പോൾ PC ജോർജിന് LDFും UDFും ഇല്ലാത്തൊരു പ്രത്യേക കാലം ഉണ്ടായിരുന്നു. അക്കാലത്ത് PC ജോർജിൻ്റെ പൊതുസമ്മേളനത്തിന് ആളില്ല. SDP എന്താ ചെയ്യുക, അല്ലെങ്കിൽ PF എന്താണ് ചെയ്യുക? അവരുടെ ഒരു മൊബൈൽ ആൾക്കൂട്ടം ഉണ്ടാകും, PC ജോർജിന് പിന്നാലെ ഉണ്ടാകും. PC ജോർജ് പോയി സംസാരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ മൊബൈൽ ആൾക്കൂട്ടം പോയി ആൾക്കൂട്ടമായി നിൽക്കും PC ജോർജിന് മുന്നിൽ. എന്നിട്ട് പിന്നീടാണല്ലോ നിലപാട് മാറുന്നത്. പിന്നീട് നിലപാട് മാറ്റുമ്പോഴേക്കും അന്ന് പറഞ്ഞൊക്കെ വിഴുങ്ങുകയും എന്ന് പറഞ്ഞാൽ PC ജോർജിൻ്റെ നിലനിൽപ്പിന് രാഷ്ട്രീയം മാത്രമാണ് അമീൻ. അതുകൊണ്ട് PCയെ അത്രയും സീരിയസ് ആയി എടുക്കണോ താങ്കൾ? എനിക്കറിയില്ല. ഞാൻ PC ജോർജിനെ അല്ല ഹാഷ്മി സീരിയസ് ആയിട്ട് എടുക്കുന്നത്. ഈ PC പ്രചരിപ്പിക്കുന്ന വിഷത്തെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള പരോക്ഷമായ ഒരു സമീപനമെങ്കിലും കേരളത്തിലെ കത്തോലിക്ക സഭ, KCBCയെ പോലുള്ള സംഘടനകൾ സ്വീകരിക്കാൻ പാടുണ്ടോ എന്ന ഒരു ഗൗരവകരമായ ചോദ്യം ഒന്ന്.
രണ്ട്, PC ജോർജ് നടത്തുന്ന പ്രചാരണത്തിന് അദ്ദേഹത്തിൻ്റെ മകൻ ഇന്ന് പത്രസമ്മേളനത്തിൽ എന്താ പറഞ്ഞതെന്നറിയോ അശ്മി? 400 അല്ല 4000 ഉണ്ട് എന്നാണ്. ഇങ്ങനെ ആളുകൾക്ക് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ആവർത്തിച്ച് പറയാൻ, കളവുകൾ പറയാൻ കഴിയുന്ന തരത്തിൽ ഒരു പോലീസ് ഇനാക്ഷൻ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? ഞാൻ ഹാഷ്മിയുടെ ചോദ്യത്തിലേക്ക് വരാം. ആലോചിച്ച് നോക്കൂ, NIA, ഹാഷ്മി എങ്ങനെയാണ് NIA അന്വേഷിച്ചിരുന്നതെന്നറിയോ? NIA അന്വേഷിച്ചുകൊണ്ടിരുന്നത് കേരളത്തിൽ ഇസ്ലാം മതത്തിലേക്ക് മാറിയിട്ടുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാരുടെയും വീട്ടിൽ രക്ഷിതാക്കളെ ആവർത്തിച്ച് 6 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോൾ വന്ന് വീണ്ടും പരിശോധന നടത്തുക, ഇൻ്റലിജൻസ് ഏജൻസികൾ ഈ തരത്തിൽ അരിച്ചു പൊറുക്കുകയാണ് NIA ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് പോലും അത്തരത്തിലുള്ള ഒരു ലവ് ജിഹാദ് എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒന്നുമില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവർ ആക്ട് ചെയ്യാതിരുന്നത്. ഹാദിയയുടെ കേസിൻ്റെ സാഹചര്യത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ഇതിനു മുമ്പ് എങ്ങനെയാണ് ജസ്റ്റിസ് KT ശങ്കറിൻ്റെ ജഡ്ജ്മെൻ്റ് ഉണ്ടാവുന്നത്? ഞാൻ ആ കാലം മുതൽ 2007, 2009 വർഷം മുതൽ ഇവർ ഈ വ്യാജ പ്രചരണം തുടങ്ങിയ കാലം മുതൽ ഇത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ആ നിലക്കാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് ജസ്റ്റിസ് KT ശങ്കരൻ കോട്ട് ചെയ്യുന്നത്? ഒരു വെബ്സൈറ്റാണ്. പ്രതീഷ് വിശ്വനാഥിനെ പോലുള്ള ഇപ്പോഴും കേരളത്തിൽ ഒരു കേസ് പോലും പോലീസ് രജിസ്റ്റർ ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു സംഘപരിവാർ ഹെയ്റ്റ് മോങ്കറുണ്ട്. ആ ഹെയ്റ്റ് മോങ്കറുടെ ക്യാമ്പയിൻ്റെ ഭാഗമായി ഒരു വെബ്സൈറ്റിൽ ധാരാളം വ്യാജങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നു. അത് ഹൈക്കോടതി എടുത്തിട്ട് ഒരു ജഡ്ജ്മെൻറ്റിൽ എഴുതിയിട്ട് പോലീസിനോട് അന്വേഷിക്കണം എന്ന് പറയുന്നു. മലയാള മനോരമ പോലുള്ള പത്രങ്ങൾ ഈ അപസർപ്പക കഥകൾ, റോമിയോ ജിഹാദ്, ലവ് ജിഹാദ്, ഇപ്പോൾ വന്നതാണ് നാർക്കോട്ടിക് ജിഹാദ്, അന്ന് ദൗവ ജിഹാദ്, ഇങ്ങനെ ഇസ്ലാമിലെ വളരെ സുപ്രധാനമായ ഒരു പദമായ ജിഹാദിനെ പലതരത്തിലുള്ള വക്രീകരണങ്ങളിലൂടെ, വിഷലിപ്തമായ പ്രചരണങ്ങളിലൂടെ ലവ് ജിഹാദ് എന്ന ഭൂതത്തെ കേരളത്തിലേക്ക് ഇറക്കി വിടുന്നു. കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ അത്തരത്തിലുള്ള ഒരു ഭീതി സൃഷ്ടിക്കുന്നു. പലരും ഞാനിപ്പോൾ കേരളത്തിലെ മുഖ്യധാര മതേതര രാഷ്ട്രീയ നേതാക്കൾ വരെ അതിനെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ മുസ്ലിം വിരുദ്ധതയെ, ഇസ്ലാമോഫോബിയെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇതിങ്ങനെ ഈ ഭൂതത്തെ ഇടയ്ക്കിടയ്ക്ക് ഇറക്കി വിടുമ്പോഴും എന്തുകൊണ്ട് പോലീസ് ആക്ഷൻ ഉണ്ടാവുന്നില്ല? ഹാഷ്മിക്ക് അറിയാമല്ലോ, ഹിന്ദു പാർലമെന്റ് എന്ന് പേരുള്ള ഒരു ഹിന്ദുത്വ പാർലമെന്റ് ഈ കാസയും സംഘപരിവാറും കൂടി ചേർന്നുകൊണ്ട് തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്നു. അവിടെ വെച്ചാണ് കെവിൻ പീറ്ററിനെ പോലുള്ളവർ പങ്കെടുത്ത ആ പരിപാടിയിൽ വെച്ചാണ് PC ജോർജിൻ്റെ കേസെടുത്ത ആദ്യത്തെ ഹെയ്റ്റ് സ്പീച്ച് നടക്കുന്നത്. ആ ഹെയ്റ്റ് സ്പീച്ചിന് ശേഷം അയാൾക്ക് ജാമ്യം കിട്ടുന്നു. ആ ജാമ്യം കിട്ടിയതിലെ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് സമാനമായ പ്രചാരണങ്ങൾ നടത്തരുതെന്നാണ്. എന്നിട്ട് രണ്ടാമത് PC ജോർജ് ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളും വർഗീയവാദികളാണ്, പാകിസ്ഥാനിൽ പോകണം എന്ന വിഷലിപ്തമായ പ്രചരണം നടത്തുമ്പോൾ ആദ്യത്തെ ജാമ്യം റദ്ദാക്കാനോ PC ജോർജിൻ്റെ പേരിൽ 6 ദിവസം കേസെടുക്കാനോ കേരളത്തിലെ പോലീസ് തയ്യാറാവുന്നില്ല. പിന്നീട് PC ജോർജ് ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതി അതിരൂക്ഷമായ വിമർശനത്തോടു കൂടി PC ജോർജിൻ്റെ ജാമ്യാപേക്ഷ തള്ളുന്നു. പിന്നീട് പോലീസ് സൗകര്യം ചെയ്തു കൊടുക്കുന്നു കോടതിയിൽ വന്ന് ജാമ്യം വാങ്ങിക്കാൻ. അതും കഴിഞ്ഞ് ഇപ്പോൾ PC ജോർജ് വീണ്ടും പ്രസ്താവന നടത്തുന്നു. ഇന്നേവരെ ജസ്റ്റിസ് KM ജോസഫിൻ്റെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ജസ്റ്റിസ് KM ജോസഫ് അടങ്ങുന്ന ബെഞ്ചിന്റെ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഹെയ്റ്റ് സ്പീച്ചിനെതിരെ മുഖം നോക്കാതെ പോലീസ് നടപടികൾ സ്വീകരിക്കണം, സ്യൂമോട്ടോ ആക്ഷൻ എടുക്കണമെന്നാണ്. എന്താണ് ഈരാട്ടുപേട്ടയിലെ പോലീസ് പഴം വിഴുങ്ങിയിരിക്കുകയാണോ? എന്തുകൊണ്ടാണ് ജാമ്യം റദ്ദാക്കാൻ നിലപാട് സ്വീകരിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇതുവരെ PC ജോർജിനെതിരെയും മകൻ ഷോൺ ജോർജിനെതിരെയും കേസെടുക്കാത്തത്? അത്തരത്തിൽ വർഗീയമായ വിഷലിപ്തമായ പ്രചരണം നടത്തുമ്പോൾ അതിന് പിന്തുണ നൽകുന്ന ഒരു സമീപനവുമായി കേരളത്തിന്റെ ഇടതുപക്ഷ സർക്കാർ എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു? ഈ ക്യാമ്പയിൻ, സംഘപരിവാറിന്റെ ഈ ക്യാമ്പയിൻ PC ജോർജ് ഏറ്റെടുത്തുകൊണ്ട് എന്താണ് പറയുന്നത്? ഞാൻ അതാണ് KCBCയുടെ മദ്യവിരുദ്ധ സമിതിയുടെ നേതാവിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹിന്ദുക്കളോടൊപ്പം ക്രിസ്ത്യാനികൾ ചേർന്ന് പ്രവർത്തിക്കണം എന്നാണ് PC ജോർജ് പറയുന്നത്. ആ നിലപാട് നിങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ തുറന്നു പറയണ്ടേ? പറയണ്ടേ? നിങ്ങളുടെ മദ്യവിരുദ്ധ സമിതിയിൽ എപ്പോഴും പങ്കെടുക്കുന്ന സമൂഹമല്ലേ മുസ്ലിം സമുദായം? അവർ വേണ്ട എന്നാണ് PC ജോർജ് പറയുന്നത്. അത് ചെയ്യാൻ പാടുണ്ടോ? ഇരുത്തേണ്ടതല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്.